ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഡ്രീം 11 IPL ഒക്കെ കളിച്ച് ഒരുപാട് പേർക്ക് ലോസ് ആവുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ലോസ് ഒക്കെ മാറ്റാൻ വേണ്ടി ഒരു കിടിലൻ ട്രിക്കോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ എന്നല്ല, ഏതൊരു ഡ്രീം 11 ഏതൊരു ക്രിക്കറ്റ് മത്സരം നിങ്ങൾക്ക് ഈസി ആയിട്ട് ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്നലെ ഒരു മത്സരം ചുമ്മാ ഒരു ട്രൈ ചെയ്ത് നോക്കിയാണ് പറ്റിയ ആ ട്രിക്ക് വർക്കൗട്ട് ആകുമ്പോൾ ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്തപ്പോൾ ആ ട്രിക്ക് വർക്കൗട്ട് ആയി. അതെന്താന്ന് ഞാൻ പറഞ്ഞത് കണ്ടില്ലേ, ഞാൻ ഈസി ആയിട്ട് ഇത്രയും പൈസ ഏൺ ചെയ്തു. ഇതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു സെയിം ടീം തന്നെ ഞാൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ വിഷൻ 11 ആപ്ലിക്കേഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതായിട്ടില്ല, ഒരു 14 കോൺടെസ്റ്റ് ആണ് ഇട്ടത്. ഈസി ആയിട്ട് അത് 106 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 182 രൂപ പ്രോഫിറ്റ് കിട്ടി. ടോട്ടൽ നമുക്ക് 288 രൂപ, ഏകദേശം 300 രൂപയുടെ അടുത്ത് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കളിച്ചത് വേറെ 4 രൂപയുടെ കോൺടെസ്റ്റുകളാണ്. കണ്ടില്ലേ, 4 രൂപ 8 രൂപ 4 രൂപ 8 രൂപ. അപ്പോൾ ഞാൻ പോയാൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ 4 രൂപ ഇട്ടാൽ അപ്പോൾ 10 രൂപ കിട്ടും. പോവുകയാണെങ്കിൽ 4 രൂപ ഇട്ടാൽ 8 രൂപ പോകും അല്ലേ. 4 രൂപ ഇട്ടാൽ 4 രൂപ, അത്രേ ഉള്ളൂ. 8 രൂപ ഇട്ടാൽ 8 രൂപ, അത്രേ. അപ്പം നമുക്ക് അത്രേ ഉള്ളൂ. ചെറിയൊരു എമൗണ്ട് പോവുകയാണെങ്കിൽ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പൈസ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷനെ പറ്റി ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ടിപ്സ് അതിൽ നമുക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മത്സരം എന്താ ഇപ്പം ലൈന് പോന്നിട്ടുണ്ട്, ACC മെൻസ് T20 പ്രീമിയർ ലീഗ് കപ്പ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ടീം ക്രിയേറ്റ് ചെയ്യും? ഇപ്പം എനിക്കും ഇതിനെപ്പറ്റി ഒരു വലിയ ധാരണ ഒന്നുമില്ല. കുറച്ച് പ്ലേയേഴ്സിനെ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ വലിയ ധാരണ ഒന്നുമില്ല. ഇപ്പോൾ ക്രിയേറ്റ് ടീം പോയി. ഓക്കെ, അതിനുശേഷം ഒരു 2 ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം. അത് ഒരു ടീം ഒരു ഫോൺ ആകുന്ന സമയത്ത് കുറച്ച് നോക്കി ചെയ്യണം, കുറച്ച് ടൈം എടുക്കും, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ടീമിൻ്റെ ഒരു ഇതെടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക് സെലക്റ്റഡ് ബൈ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്ലെയേഴ്സ്, ഏറ്റവും കൂടുതൽ സെലക്ട് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റുമല്ലോ. ഇതിൽ നിങ്ങൾ തീർച്ചയായിട്ടും 85% അല്ലെങ്കിൽ ഒരു 80% 75% മുകളിലുള്ളവരെ തീർച്ചയായിട്ടും പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരു ഒരു ഗുഡ് ഓപ്ഷൻ ആയിരിക്കും. കാരണം നിങ്ങളുടെ ടീമിൽ അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെ. തീർച്ചയായിട്ടും 80 അല്ലെങ്കിൽ 75 വെച്ചോ, 75 മുകളിലുള്ളവർ എന്തായാലും പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കിയോ, ഈ പുള്ളി എടുക്കാം. 24 ഉണ്ട്, പിന്നെ 74, 76 ഉണ്ട്, 95 ഉണ്ട്, അതുപോലെ 93, 94. അപ്പോൾ അത്രയുള്ള ഇപ്പം നമ്മൾ 7 പ്ലെയേഴ്സിനെ നമുക്ക് കിട്ടി ആ ഒരു രീതിയിൽ. ഇനിയിപ്പോൾ അത് 4 പ്ലെയേഴ്സിനെ കൂടെ കിട്ടുന്നുണ്ടോ? അപ്പോൾ അതിനായിട്ട് നിങ്ങളിവിടെ ഈ ഗുരു സ്റ്റാറ്റ്സ് എന്നില്ലേ, അതൊന്ന് എടുക്കാം. ഇത് T10 ഒക്കെ ഇടുമ്പോൾ ഈസി ആയിട്ട് ഇടാൻ പറ്റും. T10 ഇടുമ്പോൾ ഈസി ആയിട്ട് പൈസ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഗുരു ടീംസ് ആയിരിക്കും വരും, ഇത് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ മുകളിലൂടെ മാച്ച് സ്റ്റാറ്റ്സ് എന്നുണ്ടാവും. ഈ മാച്ച് സ്റ്റാറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു പിച്ചിനെ പറ്റിയും ഈ ഇരു ടീമുകളിനെ പറ്റിയും, ഇപ്പോൾ സൗദിയും ഖത്തറും ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ നോക്കിയില്ല, എനിക്ക് ഏകദേശം കണ്ടപ്പോൾ തോന്നി. ഇപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ടീം ഖത്തർ ആണെങ്കിൽ 3 മത്സരം വിന്നായിട്ടുണ്ട്, 2 ലോസ് ആയിട്ടുണ്ട്. ഇപ്പുറത്ത് സൗദി നോക്കുമ്പോൾ 5 കളിച്ചാൽ 4 വിന്നാണ്. അപ്പോൾ സൗദി കുറച്ച് സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സൗദി സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തില്ല, ബട്ട് സൗദി സ്ട്രോങ് ആണ്, മനസ്സിലായി. ഒരു പിച്ചിനെ പറ്റി ബാലൻസ്ഡ് ആണ്, സ്പിന്നേഴ്സിന് കുറച്ച് ഇതാണ്. വെതർ നോക്കുന്ന സമയത്ത് റെയിനിയാണ്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. പിച്ച് ബാലൻസ്ഡ് ആണ്, ആവറേജ് റൺസായിട്ട് 150 റൺസ് വരും. ലാസ്റ്റ് നടന്ന 5 T20 റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഈ ഫാൻ കോഡ് ഇതൊക്കെ പറഞ്ഞിരുന്നത്. ടോട്ടൽ വിക്കറ്റ്സ് നോക്കുന്ന സമയത്ത് 5 വിക്കറ്റ് സ്പിന്നേഴ്സ്, 4 വിക്കറ്റ് പേസ് ബോളേഴ്സിനെ കിട്ടിയത്. ടോട്ടൽ 9 വിക്കറ്റ് ഫോളോ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇതിലെ നമുക്ക് ഹെഡ് ടു ഹെഡ് നോക്കുന്ന സമയത്ത് ഖത്തറും നമ്മുടെ സൗദിയും കൂടെ 6 മത്സരം കളിച്ചിട്ടുണ്ട്. 2 ടീമും വിന്നായിട്ട്, 2 ടീമും സ്ട്രോങ് ആണ്. ഇതിൽ നമുക്ക് ടോട്ടൽ പോയിന്റ്സിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് എടുത്തത് ഈ റാത്തോഡ് എന്ന് പറഞ്ഞ പുള്ളിയായിരുന്നു. അപ്പോൾ ആ പുള്ളിയെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല നോക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ വഹീദ്, തൻവീർ, അഹമ്മദ്, KCAN, നജീബ്, ഇവരെയൊക്കെ നമ്മൾ പിക്ക് ചെയ്യണോ നോക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാറ്റിംഗ് ഓർഡർ കാണാൻ പറ്റും. ലാസ്റ്റ് നടന്ന 2 T20 മത്സരത്തിൻ്റെ ബാറ്റിംഗ് ഓർഡർ വൈസാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്, കണ്ടില്ലേ, 1st, 2nd, 3rd എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 4 ആളെ പിക്ക് ചെയ്യാനില്ല. അപ്പോൾ ആ ഒരു ഓർഡർ നോക്കിയിട്ട് നിങ്ങളിപ്പോൾ പിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ജസ്റ്റ് ഈ ലൈൻ ഇപ്പോൾ നോക്കിയാലും മതി. ഇതും ആ ഓർഡറും സെയിം ആണ്. അതിൽ കണ്ട ഓർഡറും ഇതിൽ കാണുന്ന ഓർഡറും സെയിം ആണ്. ഈ ടോപ്പിൽ ഇപ്പോൾ 2, 3, 4 ഈ ഒരു ഓർഡറിലായിരിക്കും അവർ ബാറ്റിംഗ് വരിക. സോ അപ്പോൾ ഇതിൽ പുള്ളി ബോൾ ചെയ്തിട്ടുണ്ടോ, കഴിഞ്ഞ മത്സരം കളിച്ച ഒരു പുള്ളിയാണ്, ബോൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കിവിടെ ഒരു അബ്ബാസ് കാണാമല്ലോ. അപ്പോൾ പുള്ളിയുടെ മുഖത്തൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അടിയിലോട്ട് പോകും. പുള്ളി ഒരു മത്സരം കളിച്ചിട്ടുള്ളൂ, ബോൾ ചെയ്തിട്ടുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ അതും ഇല്ല. അതുപോലെ തന്നെ ഇപ്പുറത്തൊരു ഹാസൻ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്, പുള്ളി ബോൾ ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓവേഴ്സ് ബോൾഡ് 0 ആണ്.
ചിലപ്പോൾ മേ ബി വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം പുള്ളി ചെയ്യാതെ ഇരിക്കുക. ചിലപ്പോൾ ഈ പുള്ളിക്ക് ഇഞ്ചുറി ആയിട്ടുണ്ട്. അത് ഇവിടെ നോക്കിയാൽ 2 ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ബോളിംഗ് ചെയ്യുന്ന ഒരു പുള്ളിയാണെന്ന് നമുക്ക് ഉറപ്പായി. ഓക്കെ, പിന്നെ ഈ ഒരു പിച്ച് സ്പിന്നേഴ്സിന് കുറച്ച് അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ സ്പിന്നേഴ്സ് ആയിട്ടുള്ള ബോളേഴ്സിനെ നമുക്കൊന്ന് നോക്കാം. 2 ഓവർ 4 ഓവറൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്റിംഗ് സെക്ഷനിൽ ബോളിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊരു അടി തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ചില പ്ലേസ് ഇതാ കണ്ടില്ല, ഇതാ മറ്റേ എന്താ പറയുക പേര്, കമ്രാൻ ഖാൻ. ഇതാ നോക്കിക്കഴിഞ്ഞാൽ 18 റൺസ് ബാറ്റിംഗ് എടുത്തിട്ടുണ്ട്, 1.4 ഓവർ ബോളിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് പിക്ക് ചെയ്തിടാം. കാരണം അതൊന്നും അധികം ആൾക്കാർ പിക്ക് ചെയ്യാത്തതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഇത് നോക്കി, ഈ പുള്ളി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. ഒരു ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നതാ, ഇവൻ 2 ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോളിംഗ് ചെയ്യുന്ന പുള്ളിയാണ് ഇത്. ഓൾറൗണ്ടർ സെക്ഷനിൽ ചിലവർ ബോളിംഗ് ചെയ്യില്ല, ബാറ്റിംഗ് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ കെ അബ്ബാസിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ഇല്ല, സോ അത് നമ്മൾ ഒഴിവാക്കാം. യു നജീബ്, ഈ പുള്ളി നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗ് ചെയ്യുന്നുണ്ട്, എല്ലാ മത്സരവും അത്യാവശ്യം പോയിന്റ്സ് എടുക്കുന്നുണ്ട്. യു നജീബ് ബോളറാണ്, പക്കാ ബോളറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പുള്ളി എടുത്തിട്ടുണ്ട്. എം ഇർഷാദ്, ഇത് ഇവിടെ ഇപ്പുറത്ത് കാണുന്ന എം ഇർഷാദ് ബാറ്റിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ, കണ്ടില്ലേ. അപ്പോൾ പുള്ളിയെ വേണമെങ്കിൽ ഓൾറൗണ്ടർ സെക്ഷനിലാണ് ആ എം ഇർഷാദ് നടക്കുന്നത്. വേണമെങ്കിൽ ആ എം ഇർഷാദിനെ എടുക്കുക, അത് നിങ്ങളുടെ ചോയ്സാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബോളർ സ്പിൻ സപ്പോർട്ടഡ് ആണെന്ന് നിങ്ങൾ കണ്ടുകൊണ്ട് ഈ എം ഷാനെ നോക്കി പുള്ളി എത്ര ഓവർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മത്സരം അത്യാവശ്യം നല്ല പിക്കുണ്ട്. പുള്ളി നല്ല രീതിയിൽ ഓവർ ബോളിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയെ നമ്മൾ പിക്ക് ചെയ്ത് തരാം. ഏകദേശം ഒരു ടീം സെറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ അഹമ്മദിനെയൊക്കെ കൊണ്ടുവന്നിടാം. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു പിച്ച് നമുക്ക് നോക്കിയെടുത്തോളം അധികം ബോളിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് അല്ല. ഐ അഹമ്മദ് ബാറ്റിംഗ് ടോപ്പ് ഓർഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ എടുക്കുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഐ അഹമ്മദ് അല്ല, ഒരു 7th ഒക്കെയാണ് ബാറ്റിംഗ് വരുന്നത്, 5 വിക്കറ്റ് പോകണം. അപ്പോൾ ഏകദേശം ഒരു ടീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ക്യാപ്റ്റൻ VC കൊടുക്കാൻ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്ത ആളെ കാണാൻ പറ്റും. ഈ മുഹമ്മദ് ഹിംഷാം ഷെയ്ഖ്, ഈ പുള്ളിയെ പറ്റി നോക്കുന്ന സമയത്ത് ഇവിടെ ബാറ്റിങ്ങും ചെയ്യുന്നുണ്ട്, 4 ഓവർ ബോളിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്റിംഗ് ചെയ്യുന്നുണ്ട്, ബോളിംഗ് ചെയ്യുന്നുണ്ട്. സൗദിയാണ് സ്ട്രോങ് ടീം. അപ്പോൾ അദ്ദേഹം ഒരു ക്യാപ്റ്റൻ ഓപ്ഷൻ ബെസ്റ്റ് ആയിരിക്കും. പിന്നെ ഖത്തറിലെ തൻവീറിനെയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ്, പിന്നെ ഏറ്റവും കൂടുതൽ പേര് പിക്ക് ചെയ്തിട്ടുള്ളത്. ഈ പുള്ളിയെ വെച്ച് നോക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു മത്സരം ബോളിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേറൊരു മത്സരം നോക്കുന്ന സമയത്ത് അവിടെയും ബോളിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാറ്റിംഗ് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതൊരു റിസ്ക് ഓപ്ഷൻ അല്ലേ. കാരണം ഈ ഒരു ബാറ്റിംഗ് പിച്ചാണ്, 150 റൺസൊക്കെ വരും പറ്റുന്നത്, എന്നാലും ഒരു റിസ്ക് അല്ലേ. അപ്പോൾ നമ്മൾ വേറെ ആരാ ഉള്ളതെന്ന് നോക്കും. പുള്ളി ടോപ്പ് ഓർഡർ ആയിരുന്നു, അത് നമ്മളപ്പോൾ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. ഇപ്പോൾ എച്ച് റാത്തോഡ് സ്പിന്നറാണ്. ബാറ്റിംഗ് ടോപ്പ് ഓർഡർ ആണെങ്കിൽ അദ്ദേഹം നല്ലൊരു ഓപ്ഷനാണ്. കാരണം 4 ഓവർ ബോളിംഗ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വേറെ ഒരു മത്സരം കൂടി നോക്കുന്ന സമയത്ത് അവിടെയും ബാറ്റിംഗ് 4 ഓവർ ബോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എം റാത്തോഡിൻ്റെ ബാറ്റിംഗ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ റാത്തോഡ് 9ാമത്തെയാണ് പക്ഷേ ബാറ്റിംഗ് ലെവല് പോകുന്നത്. ബട്ട് എന്നാലും അദ്ദേഹം ചില മത്സരങ്ങളൊക്കെ സ്കോർ ചെയ്യാറുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. അതിൻ്റെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ അബ്ദുൽ വഹീദ്, പുള്ളി പക്ക ബാറ്റ്സ്മാനാണ്, ബോളിംഗ് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും റാത്തോഡിനെ കൊടുക്കാം. കാരണം ഒരു വെറൈറ്റി പിക്കും ആവും. റാത്തോഡിന് അധികം പേര് കൊടുക്കത്തുമില്ലല്ലോ. പിന്നെ അദ്ദേഹം ചില മത്സരങ്ങളിൽ ബാറ്റിംഗ് ചെയ്ത് റൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഈസി ആയിട്ടൊരു ഞാൻ ടീം ക്രിയേറ്റ് ചെയ്ത് ഈ ടീം വെച്ചിട്ട് എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് ഒരു 8 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന അതേ ടൈമിൽ ഒരു ടീമും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അറിയാത്ത മത്സരങ്ങൾ നിങ്ങളെ കൊണ്ട് ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് സ്റ്റാറ്റ്സും കുറച്ച് ടൈമും പേഷ്യൻ്റോടെ ഇരുന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വിന്നാൻ പറ്റും ഡ്രീം 11. അപ്പോൾ IPL മാത്രം കളിച്ച് പൈസ കളയുന്ന കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. ഇത് കൂടാതെ വേറൊരു ട്രിക്ക് കൂടി ഉണ്ട്. അതായത് ഓരോ മത്സരം ആരൊക്കെ ബാറ്റ് ചെയ്തു എന്നൊക്കെ ബാറ്റിംഗ് ഓർഡറൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ടീം ക്രിയേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ സെറ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.